അസ്സലാമു അലൈക്കും. പെരുന്നാളായല്ലോ. പെരുന്നാൾക്ക് എന്താ ഇപ്പം ചോറ് എന്ന് കരുതി ചോറ് വെക്കുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കും. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചിക്കൻ വെച്ചിട്ട് ബിരിയാണി ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ചിക്കൻ ബിരിയാണി നമ്മൾ വെക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും നല്ല ഡിഫറൻറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ് നമ്മളെ പൊരിച്ച ചിക്കൻ ബിരിയാണി കേട്ടോ. ഇതിൻ്റെ മസാല ഒക്കെ ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതൊരു വേറെ ലെവലാണ്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ 4 സവാള എടുത്തിട്ടുണ്ട്, വലിയുള്ളി. അപ്പോൾ നമുക്കിന്ന് 1 കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 1 കിലോ അരിക്ക് 4 സവാള കേട്ടോ. ഏകദേശം ഒരു 4 കപ്പ് റൈസ് ഉണ്ടാവും. സവാള അരിയുമ്പോൾ ഇതുപോലെ കനം കുറച്ച് എണ്ണ അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കനം കുറച്ച് അരിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുള്ളൂ. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയൊക്കെ വേണം കേട്ടോ. അതിൻ്റെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ ഒരു 4 തണ്ട് മല്ലിച്ചപ്പും ഒരു 3 തണ്ട് പുതിന നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. അതുപോലെ തന്നെ 4 കപ്പ് റൈസിക്ക് 4 തക്കാളി ഇട്ടാ. വലിയ തക്കാളി ഒന്നുമില്ല, വലിയ തക്കാളിയാണെങ്കിൽ നമുക്ക് 3 എണ്ണം മതിയാകും. ഞാനിതവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല വൃത്തി കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാനുണ്ട്. ഒരിക്കലും നിങ്ങൾ പേസ്റ്റാക്കി അടിച്ചെടുക്കരുത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് 10-20ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 20-ൽ കൂടുതലുണ്ടാവും. ചെറുതായതിൻ്റെ പേരിലാട്ടോ അങ്ങനെ കുറേ കാണുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 20 വെളുത്തുള്ളി, അതിൻ്റെ പകുതി ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്. ഇത് 3 കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരിക്കലും പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ബിരിയാണി വെക്കുകയാണെങ്കിലും ഇതുപോലെ ചതച്ചെടുക്കുമ്പോഴാണ് ആ ബിരിയാണി ഒന്ന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണാനായിട്ട് ഇവർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണീൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചതച്ചിട്ട് ഇതൊരു വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടല്ല, എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത്രമാത്രം. പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ എടുക്കാം കേട്ടോ. ഞാനിവിടെ നിന്ന് ഏകദേശം 1 കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ പീസാക്കണേ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാകുമ്പോഴേ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് മസാല കൂട്ടി വെക്കണം. ഇതാദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് അത്യാവശ്യം നല്ല രീതിയിൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 കിലോ റൈസൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തലേന്ന് രാത്രിയൊക്കെ ഇതുപോലെ മസാലയ്ക്ക് കൂട്ടി വെക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് ഒന്നുകൂടി ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മറ്റേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതങ്ങ് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക. ഇനി എല്ലാം മസാലയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാ എരിവും പുളിയും ഒക്കെ ചിക്കനിലോട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുള്ളൂ. ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ലെഗ് പീസ് വലുതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തമ്മിലൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ അത്യാവശ്യം വലിയ പീസസ് ആക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല മൊഞ്ചായിരിക്കും. പിന്നെ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പീസും കൊടുക്കാമല്ലോ. പ്രത്യേകിച്ച് ലെഗ് പീസൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഉണ്ടല്ലോ, ചിക്കനിലൊക്കെ നല്ല രീതിയിൽ തന്നെ മുളക് പൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് ഏകദേശം കുറച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഉള്ളി നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇത് മുരിച്ചെടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് ആയിട്ട് എടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസാലക്കൊക്കെ കൈപ്രസം വരും. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലോട്ട് ഇടുമ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വേറിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ വലിയുള്ളി വാട്ടിയിട്ടല്ല കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ വലിയുള്ളി പൊരിച്ച് കോരി വെച്ച ശേഷമാണ് നമ്മളിത് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറും നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. കഴിക്കുമ്പോഴും നല്ല രുചി തന്നെയാണ് കേട്ടോ ഈ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിക്ക്.
അങ്ങനെ മുഴുവൻ വലിയുള്ളി ഞാൻ എന്താ ഒരു 2-3 പ്രാവശ്യമായിട്ടാട്ടോ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരി വെച്ചത്. ആ ഒരു എണ്ണയിലോട്ട് തന്നെ നമ്മൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാണ്. ഒരുപാടങ്ങ് നിരിഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചാൽ കിട്ടാത്ത പോലെ കല്ല് പോലെ ആക്കി എടുക്കരുത്. ഒരു 80% ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ബാക്കി നമ്മൾ ദമ്മിലിരുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ അതങ്ങ് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നോളും. ഇനി ബാക്കിയുള്ളതും കൂടി ഞാനിതാ ഈ ഒരു എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തു വന്നുള്ളൂ. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കുക, ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കി കൂടി അവിടെ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഒരുപാടങ്ങ് നെരിച്ചെടുക്കേണ്ടത്. ഈ ഒരു നേരം ആകുമ്പോഴേക്കും നമുക്കൊന്ന് കോരി മാറ്റാം. ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു വലിയുള്ളി കുറച്ച് നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. വേറെ ഒന്നിനല്ല, നമ്മൾ റൈസിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാനും പിന്നെ റൈസ് ദമ്മിടുന്ന നേരത്തൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാനത് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഞാനതിലിപ്പോൾ ചിക്കന് കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അപ്പുറത്ത് ഗ്യാസിൽ ഇങ്ങനെ കിടന്നിട്ട് പൊരിയാണ്. അപ്പോൾ അതൊന്നും എണ്ണ ഞാൻ കോരിയിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ആ ഒരു എണ്ണ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെയൊന്ന് വറുത്ത് കോരിയാണ് ആദ്യം ചെയ്തത്. അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടി ഒപ്പം മിക്സ് ആക്കിയിടരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. പിന്നെ ആ ഒരു ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ആ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നല്ല രീതിയിൽ തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും തക്കാളിക്ക് നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും കേട്ടോ. സാധാരണ നമ്മുടെ ചിക്കൻ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമാണ് കേട്ടോ ഈ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്നുള്ളൂ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അങ്ങനെ ഇതാ അടപ്പൊക്കെ തുറന്നിട്ട് ഒരു ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവയ്ക്ക് കയറിയിട്ടുണ്ടാവുമല്ലോ, ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊക്കെ വലിയുള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വലിയുള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി നല്ലോണം ഇതുപോലെ വെന്ത് ഉടഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏകദേശം 3 വലിയുള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ് കേട്ടോ അത്. ഒന്ന് നമ്മൾ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വലിയുള്ളിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്ത് കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലൻ്റെ കളറൊക്കെ ആകെ ചേഞ്ച് ആയില്ലേ. ഈ ഒരു കളർ തന്നെയാണ് നമ്മുടെ ബിരിയാണിക്ക് കേട്ടോ. ഏകദേശം നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. അങ്ങനെ വലിയുള്ളിയും കൂടി ആ ഒരു വലിയുള്ളി ഫ്രൈ ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. സാധാരണ മല്ലിപ്പൊടി ചേർക്കാത്തവരുണ്ട്, പക്ഷേ നമുക്കിവിടെ മലപ്പുറം ഭാഗത്ത് കുറച്ചൊരു മല്ലിപ്പൊടിയൊക്കെ ബിരിയാണിയിൽ ചേർക്കും കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ താല്പര്യം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബിരിയാണിയുടെ കളർ എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ ഈ ഒരു വലിയുള്ളി ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു കളറാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും 1 നാരങ്ങൻ്റെ നീര് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് ചിക്കനിലോട്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം വലിയ പീസ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മളെ റൈസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കഴിക്കുമ്പോഴും നമ്മളെ മക്കൾക്കൊക്കെ ലെഗ് പീസൊക്കെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ ലെഗ് പീസ് കിട്ടുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ലെഗ് പീസും ഒക്കെ എടുക്കുമ്പോൾ കാണാൻ ചോറ് നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിലോട്ട് നമ്മൾ ഏകദേശം 1 കപ്പ് മല്ലിച്ചപ്പും 1/2 കപ്പ് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 തണ്ട് മല്ലിച്ചപ്പിൻ്റെ അളവ് പിന്നെ കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ പുതിന ഒരു 4 തണ്ട് വരെ മതി നമുക്ക് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്.
നമ്മുടെ ഈ ഒരു മസാലൻ്റെ കളർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇതേ കളറിൽ തന്നെയാണ് നമ്മുടെ റൈസും വരുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണമല്ലോ. അപ്പോൾ അതാ മാഷാ അല്ലാഹ് നല്ല സൂപ്പറായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇത്. ചിക്കനൊക്കെ അത്യാവശ്യം മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും അതിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഒരു 7-8 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോഴേ ഇതുപോലെ നമ്മൾ മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ 2 കിലോ അരിയും 2 കിലോ ഇറച്ചിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളൊക്കെ കൂട്ടിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ നമ്മൾ ആ ഒരു ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ പണിയൊന്നുമില്ല, ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിലോട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കിലോ റൈസ് 4 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രാൻഡൊന്നും പലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ഏതാ ബ്രാൻഡ്. ഇത് സാധാരണ ഒരു ജോക്കർ എന്ന് പറഞ്ഞ അരിയാണ് കേട്ടോ. സാധാരണ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് നമ്മളെല്ലാവരും യൂസ് ആക്കുന്ന അരി തന്നെയാണ്. അപ്പോൾ ബ്രാൻഡഡ് അരിയൊന്നുമല്ല, സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ അരി തന്നെയാണ്. പക്ഷേ ഈ ഒരു അരി ഇതുകൊണ്ട് ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഉടഞ്ഞു പോവേ പൊട്ടിപ്പോവേ അങ്ങനെയൊന്നും ചെയ്യാറില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അതാ ഞാൻ അരിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന കൊട്ടയിലോട്ട് ഒന്ന് വാരി വെക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണയായിട്ട് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഈ ബിരിയാണി വെക്കുന്ന സമയത്ത് റൈസ് ആദ്യം അത് വേവിച്ചെടുത്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതല്ല ഇനി വല്ല പേടി ചോറ് വേവേറോ വേന്തിലെ അങ്ങനെ ബേജാറുള്ള ആൾക്കാർ തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. അതല്ലാത്തവർ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പാൻ തന്നെയാണ്. നമുക്ക് ചിക്കനും റൈസും ഒക്കെ കൊള്ളാൻ പറ്റിയ പാൻ തന്നെ വേണം. അതിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ഇവിടെ മിൽമൻ്റെ നെയ്യാണ് കേട്ടോ, ഒന്നുകൂടി ടേസ്റ്റിയും ഹെൽത്തിയൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അതിലോട്ട് 2-3 ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് ഒന്ന് മൊരിച്ചിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഏകദേശം 6 കപ്പ് വെള്ളം കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട്, തീരെ എരിവില്ലാത്ത മുളകായതിൻ്റെ പേരിലാട്ടോ 4 ഇട്ട് കൊടുത്ത്. പിന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റൈസിനുള്ള ഉപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഉപ്പ് എത്ര ഇട്ട് കൊടുത്താലും ഉപ്പില്ലാത്ത പോലെ ആയിരിക്കും. അപ്പോൾ കല്ലുപ്പുള്ളവർ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് വരും. ഇത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 7 മിനിറ്റ് തീ വളരെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ റൈസ് നല്ല രീതിയിൽ തന്നെ വെന്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 7 മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം വേവ് കഴിക്കണേ, ഒരു 70% വെന്തുകണ്. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും റൈസ് നല്ലോണം വെന്ത് ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ പറ്റ വില കുറഞ്ഞിട്ടുള്ള അരി വാങ്ങുകയാണെങ്കിൽ നടു പൊട്ടിപ്പോവുക, വേവ് ഏറുക, വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വറ്റിങ്ങനെ പിളർന്ന് നിൽക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശേഷം ഇതുപോലെ വലിയൊരു വിലയൊന്നും ഇല്ലെങ്കിലും ഒരു മീഡിയം സൈസ് അരി വാങ്ങിയിട്ട് റൈസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൈസ് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടെ, ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി തുറന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 8-9 മിനിറ്റ് ആയപ്പോഴേക്കും എന്താ നമ്മളെ റൈസ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൽ നമ്മൾ അത്യാവശ്യത്തിന് നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു റൈസ് വേവിച്ചെടുത്ത്. അതുകൊണ്ട് ഇനി ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് പകുതി റൈസ് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അത് നമുക്ക് ഇതിൻ്റെ നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണി എന്ത് ബിരിയാണി വെക്കുകയാണെങ്കിലും താഴെ ആയിരിക്കും ഇറച്ചി ദമ്മിടണം അല്ലേ. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഈ പൊരിച്ച ചിക്കൻ ബിരിയാണിക്ക് ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്ന് പകുതി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് ഫ്രഷായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ പൊരിച്ച ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വലിയുള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു അടിപൊളി ചിക്കൻ്റെ ഈ ഒരു മസാല, നല്ല പൊരിച്ച ചിക്കൻ മസാല അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ്.
കണ്ടോ ഇതിൻ്റെ ഒരു മസാലേൻ്റെ ഭംഗി കണ്ടോ. ആ പാനിൽ നിന്ന് നന്നായിട്ട് മുഴുവനായിട്ട് മസാല അതിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കവർ ചെയ്യുക കേട്ടോ. താഴെ ഭാഗത്തെല്ലാം നമ്മൾ സെൻറ്ററിലാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ചോറ് തിളപ്പിച്ച് അതിന്ന് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് റൈസ് മുകളിലിട്ട് കൊടുത്തിട്ടും ചെയ്യാം. കുറഞ്ഞ തീയിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് ഗ്യാസിലാണെങ്കിലും ഇനിയിപ്പോൾ അടുപ്പത്തിലാണെങ്കിലും, അടുപ്പത്തൊക്കെ ആണെങ്കിൽ പിന്നെ എപ്പോഴും ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഈ റൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇലയ്ക്കും പട്ടയും ഗ്രാമ്പും ഞാൻ ക്രഷ് ചെയ്തായിട്ട് കൊടുത്ത് അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വലിയുള്ളി അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് നമ്മളത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുരുങ്ങിയ തീയിൽ 10 മിനിറ്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു സമയം മാത്രം മതി, നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പൊരിച്ച ചിക്കൻ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രീൻ ചമ്മന്തിയാണ്, ഒപ്പം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ചമ്മന്തി കൂടിയാണ്. ബിരിയാണിയൊക്കെ തിന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗ്യാസ്, വയറിന് സ്തംഭനം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂട്ടിയാൽ മതി കേട്ടോ. ഇതിലോട്ട് ഞാനിതാ ചേർക്കുന്നത് തേങ്ങ, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെയാണ്, കുറച്ച് മല്ലിച്ചപ്പ്, എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഇച്ചിരി വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ച് കൊണ്ടുവരിക. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. ഒപ്പം ബിരിയാണീൻ്റെ ഒക്കെ കൂടി നല്ലൊരു അടിപൊളി കോംബോ ആണ്. ഇനിയിപ്പോൾ എന്ത് ബിരിയാണി ഞങ്ങൾ പെരുന്നാൾക്ക് വെക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ചമ്മന്തി അതിൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അത്രയും ടേസ്റ്റാണ് മക്കളെ. പച്ചമുളകും ഇഞ്ചിയും ആ ഒരു കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും സ്മെല്ലടങ്ങിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണ്. അങ്ങനെ ഇതാ പിന്നെ ഞാൻ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താ ആവിയൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നമ്മൾ പതുക്കെ ആ റൈസ് മുകളിലുള്ള റൈസ് ഇതാ പതുക്കെ ഒന്ന് ഈ സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് ചിക്കനും ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവിക്ക് ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രുചി തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിലിനി നമ്മൾ RKGയോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല. ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാവരും കണ്ടല്ലോ, നമ്മൾ മിൽമ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, എന്നാൽ എഴുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല. ഇനിയിപ്പോൾ RKG ഒഴിച്ചേ മതിയാവും എന്നുള്ളവർക്ക് ഒരു ഇച്ചിരി RKG ഒക്കെ ചൂടാക്കി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഏതായാലും ദാ നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അടപ്പ് തുറന്ന സമയത്ത് നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യ, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മസാലേൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. റൈസൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ കുറച്ച് തൈര് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. തൈര് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ തൈരിൽ കുറച്ച് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും പച്ചമുളക്, കുറച്ച് തക്കാളി, ക്യാരറ്റ്, മല്ലിച്ചപ്പും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി കോംബോ എന്ന് പറയുന്നത്. അതാ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റമദാനാണ്. അപ്പോൾ നോമ്പ് ഏതായാലും 2 ദിവസമേ ഉള്ളൂ. ക്ഷമയില്ലാത്ത ആൾക്കാർ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അതല്ലെങ്കിൽ പെരുന്നാൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ചിക്കനും ആ ഒരു കാണാനുള്ളൊരു ഭംഗിയും അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു അടിപൊളി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണും ചെയ്യട്ടെ. ഇതുപോലെ നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.